നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5ാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ സി കണ്ണൂർ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. അതും തന്ത്രപ്രധാനമായ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ മേഖലയാണ്. സുശക്തമായ പ്രസ്ഥാനമാക്കി നിലനിർത്താൻ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി പോവില്ലാതെ ഓരോ വഴി CITU സെന്റർ അതിനാവശ്യമായ എല്ലാ സഹായിച്ചു. മറ്റൊന്ന് ക്ഷേമ പദ്ധതിയാണ്. ക്ഷേമ പദ്ധതി 2 വർഷക്കാലം അതിൻ്റെ ഉടമ വിഹിതം പിരിച്ചെടുക്കൽ നിന്നു. സംഭവം അറിയല്ലോ. അത് ഓൺലൈനായി തിരിച്ചെടുക്കുന്ന സിസ്റ്റം പരിവാഹൻ ആപ്പുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വരെ തൽക്കാലം ടാക്സ് അടക്കുന്നതിന് മുമ്പ് ഈ ക്ഷേമനിധി ബോർഡിൻ്റെ വിഹിതം അടച്ച ചെലാൻ ഹാജരാക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവുണ്ട്. ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായി നടക്കാനുള്ള ഓൺലൈൻ സംവിധാനം ശരിയാക്കണം. ഈ സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. അതെന്താണ്, എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ഈ പ്രസ്ഥാനത്തെ എന്നതിനെക്കുറിച്ച് CITU സെന്ററുമായി ഒരു ചർച്ചയും ഉത്തരവാദപ്പെട്ടവർ നടത്തിയില്ല. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് എളമരം കരീം പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MS സക്കറിയ, KP സഹദേവൻ, K മനോഹരൻ, C കൃഷ്ണൻ, കാരായി രാജൻ, M പ്രകാശൻ മാസ്റ്റർ, അരക്കൻ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.